ഈ മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആരാണ് ഈ മെർച്ചന്റ് നേവിക്കാര്? ഇവരെന്തുവാ ചെയ്യുന്നത്? ഇവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഇവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പോട്ടെ, ഇവരെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? പറഞ്ഞുതരാം. 5-6 മാസം കടലില്ല. പിന്നെ എന്തോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നേ വരെ നാട്ടിൽ കണ്ടിട്ടില്ല. ഓ, അവൻ ഏതാണ്ട് പട്ടാളത്തിലാന്നാ കേട്ടെ. ചെക്കന്റെ ആറ്റിറ്റ്യൂഡ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഒരു പുതിയ വീഡിയോ ആണ്, ഒരു പുതിയ ചാനലാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആളും കൂടെയാണ്. ഇന്നത്തെ വിഷയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയം അല്ല. കാരണം ഇത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അത്രേ ഉള്ളൂ. എന്താണ് മെർച്ചന്റ് നേവി? ആരാണ് ഈ മെർച്ചന്റ് നേവിക്കാർ? ഇവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? പറഞ്ഞുതരാം. നമുക്ക് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അല്ലേ? ഇത് നിങ്ങളുടെ കഥയാണ്. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, അങ്ങനെ ഉറക്കത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നവര് പല്ല് തേച്ച്, കുളിക്കുന്നവര് കുളിച്ച് റെഡിയായി ജോലിക്ക് പോകാനായിട്ട് വണ്ടി എടുത്ത് നോക്കിയപ്പോ വണ്ടിക്ക് സ്റ്റാർട്ട് ആവാൻ ഒരു വിസമ്മതം ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ നാച്ചുറലി എന്ത് ചെയ്തു? പെട്രോൾ ടാങ്ക് ഒന്ന് തുറന്നു നോക്കി. ഇല്ല, പെട്രോൾ ഇല്ല. എന്തൊരു ജീവിതമാണിത്! രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, കുളിക്കണം, റെഡി ആവണം, ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയോ വണ്ടി പോലും സ്റ്റാർട്ട് ആവുന്നില്ല. എന്തൊരു ജീവിതമാണ് ഭഗവാനെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട്, ജീവിതത്തിനെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട് വണ്ടി തള്ളി ഉന്തി എങ്ങനെയെങ്കിലും പെട്രോൾ പമ്പ് വരെ എത്തിച്ചു. പെട്രോൾ പമ്പിൽ പെട്രോൾ ഉണ്ട്. നിങ്ങൾ വണ്ടിയിൽ പെട്രോൾ അടിച്ചു, പെട്രോൾ പമ്പിലുള്ള പുള്ളിക്കാരന് കാശ് കൊടുത്തു. അതിന്റെ സൈഡിൽ ഒരു പുള്ളിക്കാരി ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വിൽക്കാൻ നോക്കുന്നുണ്ട്. പുള്ളിക്കാരിയെ നിങ്ങൾ കണ്ടില്ല എന്ന് അടിച്ച് നിങ്ങൾ ജോലിക്ക് പോയി. ഓക്കെ, കഥ അവസാനിച്ചു. ഇല്ല. അപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു. ആ പെട്രോൾ അടിക്കാനായി നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോയി. പെട്രോൾ പമ്പിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പെട്രോൾ പമ്പിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഈ പെട്രോൾ പമ്പിൽ എവിടെയാണ് പെട്രോൾ വന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ റോഡിൽ പെട്രോൾ കൊണ്ടുപോകുന്ന ടാങ്കറുകൾ കണ്ടിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, മുന്നിലെ വണ്ടി കാണാൻ പറ്റത്തില്ല. പിന്നെ എന്തൊരു ജീവിതമല്ലേ! നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഈ പെട്രോൾ ടാങ്കറുകളെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമുക്കൊരു അല്പ സ്റ്റാറ്റിസ്റ്റിക്സ് സംസാരിച്ചാലോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഈ ലോകത്തെ തന്നെ 3ാമത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യമാണ്. അതിൽ ഞെട്ടാനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ രാജ്യമാണല്ലോ ഇന്ത്യ. ഇത്രയധികം ക്രൂഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം ക്രൂഡ് ഓയിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇത്രയും അധികം ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് ഉള്ള നമ്മുടെ ഇന്ത്യയിൽ ഈ നീഡ് മീറ്റ് ചെയ്യാനായിട്ട് ഇത്രമാത്രം ക്രൂഡ് ഓയിൽ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയില്ല. അതെന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിനെക്കാട്ടി ചെറുതായത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഒരു കുപ്പി വിസ്കിയോ വൈനോ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല ക്രൂഡ് ഓയിൽ. വർഷങ്ങളെടുത്ത് ഫോം ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അതും ഡിപ്പെൻഡിങ് ഓൺ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ്. അപ്പോൾ ചില രാജ്യങ്ങളിൽ കാണും, ചിലർക്ക് കാണത്തില്ല. നമുക്ക് ഉണ്ട്, പക്ഷെ ഇത്രയും അധികം ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഇത് നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ രാജ്യത്തെ 85% ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇറാഖ്, സൗദി, റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ബോറടിച്ചു തുടങ്ങിയല്ലേ? നമുക്ക് തിരിച്ച് നമ്മുടെ പെട്രോൾ ടാങ്കറിലേക്ക് പോയാലോ? ആർക്കും ഇഷ്ടമല്ലാത്ത പെട്രോൾ ടാങ്കർ വണ്ടി. അങ്ങനെ പറയുന്നത് മോശമാണ്. പെട്രോൾ ടാങ്കർ വണ്ടി. ഈ പെട്രോൾ ടാങ്കർ വണ്ടിക്കകത്ത് എവിടെ നിന്നാണ് പെട്രോൾ വരുന്നത്? രാവണപ്രഭുവും റൺവേ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഇത് പൈപ്പ് വഴിയാണ് വരുന്നത്. പക്ഷെ അതല്ല കേട്ടോ ഞാൻ പറയുന്നത്. പെട്രോൾ ടാങ്കറിനകത്ത് പെട്രോൾ വരുന്നത് റിഫൈനറികളിൽ നിന്നാണ്. പെട്രോൾ ടാങ്കറിൽ പെട്രോൾ വരുന്നത് റിഫൈനറികളിൽ നിന്നാണ്. അപ്പൊ ഈ റിഫൈനറി എന്ന് പറയുമ്പോൾ വലിയ വാക്കാണെങ്കിലും ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. ചായപാത്രത്തിൽ നിന്ന് ചായപ്പൊടി അരിച്ചെടുക്കുന്ന പോലെ ക്രൂഡ് ഓയിലിനെ അരിച്ച് പെട്രോളും ഡീസലും ഏവിയേഷൻ ഓയിലും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് റിഫൈനറികളിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ അടുത്ത ചോദ്യം എന്തുവാ? ഈ റിഫൈനറിയിൽ എവിടെ നിന്നാ ക്രൂഡ് ഓയിൽ വരുന്നതെന്നല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയും മനസ്സിൽ ആ ചോദ്യം ഇല്ലായിരുന്നില്ലേ? ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ റിഫൈനറി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ റിഫൈനറി എന്ന് പറയുന്ന ആ എസ്റ്റാബ്ലിഷ്മെന്റിൽ ക്രൂഡ് ഓയിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് ഇറാഖ് വരെ പോകണ്ട. ഇറാഖ് വരെ ആരും പോവണ്ട, നിങ്ങളുടെ മനസ്സ് മാത്രം എന്റെ കൂടെ ഇറാഖ് വരെ വന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ ഓയിലിന്റെ അബണ്ടൻസ് ഉണ്ട്. അപ്പൊ അതുപോലുള്ള രാജ്യങ്ങളാണ് ഇറാഖ്, സൗദി ഒക്കെ. അപ്പൊ ഇവർക്കൊരു മേജർ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പോർട്ടാണ്. അപ്പോ നമ്മളൊക്കെ മരുഭൂമി എന്ന് കരുതുന്ന ഈ ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും ഗൾഫ് ഓഫ് ഒമാനും ഒക്കെ വഴി കപ്പലിലൂടെയാണ്
നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നത്. ഈ എണ്ണ കൊണ്ടുവരുന്ന VLCCs എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വെരി ലാർജ് ക്രൂഡ് കാരിയേഴ്സ്. അതായത് പേര് പോലെ തന്നെ വളരെ വലിയ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കപ്പലുകൾ. VLCCകളിലാണ് ഇതുപോലെ എണ്ണ നമ്മുടെയൊക്കെ നാട്ടിൽ കൊണ്ടെത്തിക്കുന്നത്. ഇത് പോർട്ടിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് റിഫൈനറിയിലേക്ക് അത് കൊണ്ടുപോവുകയും റിഫൈനറികളിൽ ഇതിനെ റിഫൈൻ ചെയ്ത് ഓരോ ഗ്രേഡുകളാക്കുകയും അതുപോലെ നമ്മുടെ വണ്ടി പെട്രോൾ വണ്ടിക്കകത്ത് പെട്രോൾ പമ്പുകളിൽ എത്തിക്കുകയും അവിടെ നിന്ന് നമ്മുടെ വണ്ടിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഓയിൽ എന്ന സാധനത്തിന്റെ എക്സാമ്പിൾ മാത്രമാണ്. പക്ഷെ ഓയിൽ മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഫോൺ ആവട്ടെ, ചിലപ്പോൾ ഒരു ഷൂസ് ആവട്ടെ, ഒരു ഡ്രസ്സ് ആവട്ടെ, പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ കപ്പലുകളിലാണ് വരുന്നത്. അപ്പൊ ഈ കപ്പലുകൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പലുകൾ തൽക്കാലം ഓടിക്കാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ കമ്പ്യൂട്ടറുകൾക്കോ കഴിയില്ല. കഴിയാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ കാർഗോ വളരെ സേഫായി വേറൊരു നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മർച്ചന്റ് നേവി ഓഫീസർ ചെയ്യുന്നത്. അപ്പൊ ഇവനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടേ. വീഡിയോ കണ്ട എല്ലാവർക്കും മർച്ചന്റ് നേവിയെ പറ്റി വളരെ ചെറിയ ഐഡിയ എങ്കിലും ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ജോലിയും മറ്റൊരു ജോലിയേക്കാൾ നല്ലതോ മോശമോ അല്ല, കാരണം എല്ലാത്തിനും അതിൻ്റെതായ നല്ല വശങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കടലിന്റെ യഥാർത്ഥ സത്യം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ പോകുന്നു. ബൈ ബൈ.